ഈ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം പിതാവിൻ്റെ അനുഗ്രഹം തേടിയിരുന്നോ? അങ്ങനെ സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നമ്മൾ വീട്ടിൽ രാഷ്ട്രീയം സംസാരിക്കാറില്ല. പക്ഷേ എൻ്റെ വെൽവിഷസായ എല്ലാവരുടെയും അനുഗ്രഹം ഞാൻ തേടിയിട്ടുണ്ട്. അവരെല്ലാവരും അവർ രാഷ്ട്രീയപരമായി ഞാനുമായിട്ട് അഗ്രി ചെയ്താലും ഇല്ലെങ്കിലും അവരെല്ലാവരുടെയും അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. അത് നല്ല രീതിയിൽ ഞാൻ ചെയ്യും. സംസാരിച്ചിരുന്നു അല്ലേ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന കാര്യം? അങ്ങനെ മത്സരിക്കുന്ന കാര്യം ഞാൻ ആരോടും സംസാരിച്ചില്ല. എനിക്ക് പോലും അറിയാത്ത കാര്യമായിരുന്നല്ലോ. കാര്യം ഞാൻ പോലും സ്ഥാനാർത്ഥിയായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നതെന്ന് അറിയുന്നത്. നമ്മുടെ പാർട്ടിയുടെ രീതി അങ്ങനെയൊക്കെയാണ്. കാരണം മത്സരിക്കുന്ന കാര്യം ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ഞാൻ എന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം ഞാൻ ആൾക്കാരോട് ഈ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ എന്നോടും പറഞ്ഞു, അച്ഛനോടും പറഞ്ഞു. അത് അദ്ദേഹം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ടി വിയിൽ നിറഞ്ഞല്ലോ. കാര്യം നിങ്ങളെല്ലാം ലൈവ് കവറേജ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതെ അതെ അദ്ദേഹം സംസാരിച്ചിരുന്നു, ഞാൻ മത്സരിക്കുന്നു, അനുഗ്രഹിക്കണം തരത്തിലൊക്കെ നമ്മൾ ഈ അച്ഛനും മകനും സംസാരിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ പ്രൈവറ്റ് സംസാരിക്കും. പക്ഷെ രാഷ്ട്രീയം വേറെയാണ്, അതിന് വേറെ രാഷ്ട്രീയം വേറെയാണ്, ബന്ധങ്ങൾ വേറെയാണ്. എപ്പോഴും അങ്ങനെയാണ്. അതെ. ഈ അദ്ദേഹം പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് വരും എന്ന് കേൾക്കുന്നുണ്ട്, ആന്റണിക്ക് വേണ്ടി. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം വേറെ, ഇതൊക്കെ ഞാൻ ആരും കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം ആരോടും പറഞ്ഞതായിട്ട് എൻ്റെ അറിവില്ല.